നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി പ്രൊഫസറായ യുവതി പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി നേടിയ ജോലിയിലൂടെ സമ്പാദിച്ച മുഴുവൻ പണവും തിരിച്ചടയ്ക്കാനാണ് ഉത്തരവായിരിക്കുന്നത്. കുവൈറ്റ് പ്രോസിക്യൂഷനാണ് സ്വദേശി വനിതയ്ക്കെതിരായ കേസിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയ സ്വദേശി വനിത ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രൊഫസർ തസ്തികയിലാണ് ജോലി ചെയ്തത്. 1,17,000 ദിനാർ ഇവർ കൈപ്പറ്റുകയും ചെയ്തു. സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെ ഈ പണം മുഴുവൻ തിരിച്ചടയ്ക്കാനാണ് വിധി വന്നിരിക്കുന്നത്. പണം നൽകുന്നതുവരെ ഇവരെ തടവിലിടാനും പ്രോസിക്യൂഷന്റെ വിധിയിൽ പറയുന്നുണ്ട്. ജോലിക്കായി 3 ബിരുദ സർട്ടിഫിക്കറ്റുകളും 1 ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റും 1 ഡോക്ടറേറ്റ് ബിരുദ സർട്ടിഫിക്കറ്റുമാണ് ഇവർ ഹാജരാക്കിയത്. ഈജിപ്ത് സർവകലാശാലയിൽ നിന്ന് നേടിയ ബിരുദങ്ങളാണിവയെന്ന് അവകാശപ്പെട്ടുവെങ്കിലും സർട്ടിഫിക്കറ്റുകളെല്ലാം വ്യാജമാണെന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച ശേഷം ഒരു ഈജിപ്ഷ്യൻ പൗരന്റെ സഹായത്തോടെ അത് അറ്റസ്റ്റ് ചെയ്താണ് ജോലിക്കായി ഹാജരാക്കിയത്. നേരത്തെ കുവൈറ്റിൽ വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് ജോലി നേടിയെന്ന പരാതിയിൽ 100ഓളം സ്വദേശികൾ പിടിയിലായിട്ടുണ്ട്. കുവൈറ്റിൽ വ്യാജ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി ജോലി നേടിയെന്ന സംശയത്തിന്റെ പേരിൽ സർക്കാർ ജീവനക്കാരായ 100 സ്വദേശികൾക്കെതിരെയാണ് അന്വേഷണം ആരംഭിച്ചിരുന്നത്. വിദേശ സർവകലാശാലകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന സൂചനയെ തുടർന്നാണ് അധികൃതർ അന്വേഷണം തുടങ്ങിയത്. വ്യാജ സർട്ടിഫിക്കറ്റ് വേട്ടയിൽ സ്വദേശി വിദേശി വിവേചനം ഉണ്ടാവില്ലെന്നും എത്ര ഉന്നതരായാലും പിടികൂടി നടപടിയെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിലെ സ്പെഷ്യലൈസ്ഡ് ഓഫീസർ കോഴ്സിന് ചേരാൻ വിദ്യാഭ്യാസ രേഖകൾ നൽകിയവരാണ് കുരുക്കിലായത്. അന്വേഷണ വിധേയരായവരിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈജിപ്ഷ്യൻ സർവകലാശാലകളിൽ നിന്നാണ് കൂടുതൽ സർട്ടിഫിക്കറ്റുകളും. ബന്ധപ്പെട്ട സർവകലാശാലയുമായി സഹകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചു വരികയാണ്. ബിരുദവും ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും യോഗ്യത കാണിച്ച് ജോലിക്ക് കയറിയവരുടെ രേഖകളാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്. അടുത്തടുത്ത ഘട്ടങ്ങളിൽ ഡിപ്ലോമക്കാരെയും പരിശോധിക്കും. വിവിധ രാജ്യങ്ങളിലെ കുവൈറ്റ് എംബസിയുടെ സഹകരണത്തോടെയാണ് അതത് രാജ്യങ്ങളിലെ സർവകലാശാലകളുമായും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായും ബന്ധപ്പെട്ട് പരിശോധന പുരോഗമിക്കുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് വേട്ടയിൽ സ്വദേശി വിദേശി വിവേചനം ഉണ്ടാവില്ലെന്നും എത്ര ഉന്നതരായാലും പിടികൂടുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.